ഇന്നത്തെ വീഡിയോയിൽ ബക്ലാവ ഷീറ്റ്സ് എങ്ങനെ ലെയർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ബട്ടർ വേണ്ടത് 200 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്താലും മതി. ഇപ്പോൾ നെയ്യാണെങ്കിൽ കട്ടിയായിട്ടിരിക്കുന്ന നെയ്യാണെങ്കിൽ ആ നെയ്യൊന്ന് ഉരുക്കിയെടുത്ത് വെക്കണം. ഇപ്പോൾ ബട്ടർ ഉരുക്കിയിട്ട് ബട്ടർ തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതേപോലെ തിന്നായിട്ട് കിട്ടണം. ഇനി കുറച്ചും കൂടെ പഴുത്തുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എവിടെയെങ്കിലും കട്ടി കൂടിയ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടെ പഴുത്തി തിന്നാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേയിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്, ആ ബേക്കിംഗ് ട്രേക്കാളും വലിപ്പത്തിൽ വേണം നമ്മൾ ഇത് പരത്താനായിട്ട്. ഞാൻ ടിന്നിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സൈഡിലുള്ളതൊന്നും നമ്മൾ കളയരുത്, നമുക്കതെല്ലാം ആവശ്യമുള്ളതാണ്, അതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കാം. ടിന്നിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിക്കണം. ബട്ടർ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഒരു ഷീറ്റ് ടിന്നിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വയ്ക്കാം. ഇനി രണ്ടാമത്തെ ലെയർ ഷീറ്റും ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമ്മൾ ഉരുക്കി വെച്ച ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് 1-2 സ്പൂൺ ഒഴിക്കാം. ആ ഷീറ്റിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും മഞ്ഞ രീതിയിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത ലെയർ വയ്ക്കുന്നത് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത അതാണ്. അതും ഓരോ ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ ലെയറായിട്ട് എടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വയ്ക്കാനായിട്ട്. ഇപ്പോൾ ആ സൈഡിലത്തെ ഷീറ്റ് ഞാൻ 2 ലെയർ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ഇടാം. ഇനി ബാക്കിയുള്ള ആ ഷീറ്റും ഇതേപോലെ തന്നെ ഇടണം. ഇതും 2 ലെയർ വെക്കാനുണ്ടാവും ആ സൈഡിലുള്ള ഷീറ്റെല്ലാം. അപ്പോൾ ആ ഷീറ്റ് തീരുന്നവരെ നമ്മൾ ഇതേപോലെ ലെയറാക്കി വയ്ക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഷീറ്റ് മുഴുവൻ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി മാറ്റി വെച്ച സ്ക്വയർ ഷീറ്റ് ഉണ്ടല്ലോ, അത് രണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത ഇടാം. പിസ്ത ഞാൻ ഇവിടെ 100 ഗ്രാം പിസ്തയാണ് എടുത്തിട്ടുള്ളത്.